എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ശരീരത്തിന് ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു, തീൻചട്ടി വെച്ചു, നന്നായിട്ട് ചൂടായി. 2 ടേബിൾ സ്പൂൺ ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഇഷ്ടാനുസരണം. എണ്ണ നല്ലതുപോലെ ചൂടായി. അപ്പോൾ നമ്മൾ വേണ്ട ഒരു 1/4 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ ഉണ്ടോ, 1/4 മതി ജീരകം, രണ്ടും കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ 2 വലിയ സവാള എടുത്തു പൊടിയായിട്ട് അരിഞ്ഞു, അതിനെയും കൂടെ നമ്മൾ ഇതിലിട്ടു. ഒരു 4-5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതിനെയും കൂടെ ഇട്ടു. ജസ്റ്റ് ഒന്ന് വാടിക്കോട്ടെ. പെട്ടെന്ന് വാടാൻ വേണ്ടി ഞാൻ ഇച്ചിരി ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ നമുക്കിടണം. 1/2 സ്പൂൺ ഉപ്പ് കേട്ടോ. പിന്നെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ അതേണ്ടേ, ഇത് കണ്ടോ, വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ തൊണ്ട് കളഞ്ഞെടുത്ത് നന്നായിട്ട് ചതച്ചെടുത്തു. എന്നിട്ട് അതിനെയും കൂടി ഇട്ടു. ഇനി നമുക്കൊന്ന് മീഡിയത്തിലൊന്ന് മുരിച്ചെടുക്കാം. നല്ല 2 വലിയ തക്കാളി എടുത്തിട്ട് അതിനെ ഒരുമാതിരി വലുതായിട്ട് മുറിച്ചാൽ മതി. എന്നിട്ട് മിക്സിയിലിട്ട് അപ്പോൾ ഇതിനെ നമുക്കൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. 3 ഉരുളൻകിഴങ്ങിനെ ഞാൻ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ അരിയണം കണ്ടോ, കട്ടി കുറവായിട്ട്. എന്നിട്ട് അതിനെ വെള്ളത്തിലൊന്ന് ഇട്ടായിരുന്നേ. അപ്പോൾ ഇനി വെള്ളം വേണ്ട, വെള്ളത്തിൽ നിന്ന് വാരി നമ്മൾ ഇതിനകത്തോട്ടൊന്ന് ഇട്ട് ഇളക്കിക്കോളാം. ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു സാധനവും കൂടെ വരുന്നുണ്ടേ, ഇതൊന്നായിക്കോട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ സിമ്മിലിട്ടിട്ട്, ഹൈയിലിട്ട് ഒന്നും കത്തിച്ച് ഇതാവരുത്. സിമ്മിലിട്ടിട്ട് മൂടി അടച്ചു. ഒരു 5-6 മിനിറ്റ് അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്ത് കണ്ടോ, എന്നും ഉടഞ്ഞു പോലുമില്ല കണ്ടോ, എല്ലാം വേവുകയും ചെയ്തു. അപ്പം നമ്മൾ ഇങ്ങനിട്ട് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഇതൊക്കെ മറിച്ച് ഇടാവൂ കണ്ടോ, ഇങ്ങനെ കണ്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇടുന്നത് വഴുതനങ്ങ കണ്ടോ, വഴുതനങ്ങ ഇങ്ങനെ അരിഞ്ഞു വെച്ചത്. എന്നിട്ട് അതിനെയും കൂടി ഇട്ടിട്ട് നമുക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു ചെറിയ ടീസ്പൂണിന് 1 സ്പൂണ് മുളക് പൊടി. മുളകിന് എരിവുള്ളതാണ്, എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതനുസരിച്ചിടാം. ഇത് എരിവുള്ളതായതുകൊണ്ട് ഞാൻ കുറച്ചിടുകയാണ്. ഗരം മസാലയുടെ പൊടി 1 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം കൂടെ നമുക്കൊന്ന് മറിച്ചൊന്ന് ഇളക്കിയിട്ട് ബാക്കി ചെയ്ത് കാണിച്ചു തരാം. മസാലയും വഴുതനയും എല്ലാം നമ്മൾ ഇട്ടു. ഇനി നമുക്കിടാനുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് വീണ്ടും ഈ അടപ്പ് വെക്കാം. എന്താണെന്നറിയാമോ, നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും എടുക്കാൻ പാടില്ല. നമ്മൾ ഉരുളൻകിഴങ്ങിനെ വെള്ളത്തിൽ അരിഞ്ഞിട്ടതിനെ വാരിയെടുത്തന്നേ ഉള്ളൂ, വെള്ളം തൊടുക പോലും വേണ്ട. എണ്ണയും വളരെ കുറച്ചേ എടുക്കത്തുള്ളൂ. അപ്പം നമുക്ക് മൂടി അടച്ചു വെച്ചെങ്കിലല്ലേ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടത്തുള്ളൂ. അതിന് വെക്കുക കേട്ടോ. അടപ്പ് ഞാനെടുത്ത് മാറ്റി. ഒരു 3-4 മിനിറ്റ് മതി. സിമ്മിലാണ് കിടക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ കരിഞ്ഞു പോവേ. തക്കാളി നമ്മളെ അടിച്ചു വെച്ചല്ലോ മിക്സിക്കകത്തത്, അതിനെയും കൂടെ നമ്മളൊന്ന് ഒഴിച്ചിട്ട് നമുക്ക് പെതുക്കെ കണ്ടോ, ഇങ്ങനെ മറിച്ചാൽ മതി. അപ്പം എല്ലാം പീസായിട്ട് കിട്ടും കേട്ടോ. ആദ്യം തന്നെ നമ്മൾ മസാല ഉണ്ടാക്കിയപ്പോൾ തന്നെ നമ്മൾ ഉപ്പൊക്കെ എല്ലാം ചെക്ക് ചെയ്തതുകൊണ്ട് രണ്ടാമത് പിന്നെ ഉപ്പിട്ട് നമ്മൾ ഇളക്കുമ്പോൾ എല്ലാം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ആദ്യം തന്നെ മസാലയിലെ ഉപ്പൊക്കെ കറക്റ്റായിരിക്കണം. കണ്ടോ, എല്ലാം കറക്റ്റായിട്ട് ഞാൻ എടുത്തിട്ടു. അപ്പോൾ എന്ത് വേണം, ഇതിനൊരു ചെറിയൊരു നനവുണ്ടല്ലോ തക്കാളിയുടെ, അതുകൊണ്ട് സിമ്മിലിട്ടിട്ട് അടപ്പ് വെക്കാതെ ഒരു 5 മിനിറ്റ് കിടക്കണം. എന്നിട്ട് മറിച്ചിടുമ്പോൾ സൂക്ഷിക്കണം, ഇങ്ങനെ മറിച്ചിട്ട് എടുക്കണം. അപ്പോൾ നമ്മളെ കറി കണ്ടോ, ചോറിനോ ചപ്പാത്തിക്കോ എന്തിനു വേണേലും കഴിക്കാൻ കണ്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ പാത്രത്തിൽ ഒന്നെടുത്ത് കാണിച്ചു തരാം. കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് ഈ ഒരു കറി മാത്രം മതി നമുക്ക്. ചപ്പാത്തിയൊക്കെ കഴിക്കാൻ ഈ ഒരു ഒറ്റ കറി മതി. ഇതുണ്ടാക്കി കഴിച്ചിട്ട് വിലയേറിയ അഭിപ്രായം എന്നെ അറിയിക്കണേ.